മണ്ട കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മണ്ട കമന്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് ലുട്ടാപ്പി എന്ന ചാനലിലാണ്. അപ്പോൾ ബ്രോ, മൂവി വാച്ച് ചെയ്യാൻ അസംബിൾഡ് ആണോ ബ്രാൻഡഡ് സിസ്റ്റം ആണോ നല്ലത്? മൂവി വാച്ച് ചെയ്യാൻ അസംബിൾഡും ബ്രാൻഡഡ് സിസ്റ്റവും നല്ലതാണ്. അപ്പോൾ ബ്രാൻഡഡ് സിസ്റ്റത്തിന് ക്ലാരിറ്റി കൂടുതൽ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ അസംബിൾഡ് ആംപ്ലിഫയറിന് ക്ലാരിറ്റി കുറവ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ. അസംബിൾഡ് ആംപ്ലിഫയറും ബ്രാൻഡഡ് ആംപ്ലിഫയറും നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. അത് ബ്രാൻഡഡ് ആംപ്ലിഫയറിന് ക്ലാരിറ്റി തോന്നുന്നതും അസംബിൾഡ് ആംപ്ലിഫയറിന് ക്ലാരിറ്റി കുറവ് തോന്നുന്നതും അത് കുറഞ്ഞ ടൈപ്പോ അല്ലെങ്കിൽ അതിന് ചേരാത്ത തരം സ്പീക്കേഴ്സും ബോർഡും ഒക്കെ പാടെടുത്തിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അസംബിൾ ചെയ്തുണ്ടാക്കുന്ന ആംപ്ലിഫയറിലാണ്. വളരെ കൃത്യമായിട്ട് സ്പീക്കേഴ്സ് സെലക്ട് ചെയ്ത് നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള പവറും ആംപ്ലിഫയറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ഫയലും പ്ലേ ആവുകയാണെങ്കിൽ ഏത് ആംപ്ലിഫയറും അസംബിൾഡ് ആംപ്ലിഫയറും സൂപ്പറായിട്ട് ആ ബ്രാൻഡഡ് അല്ലെങ്കിൽ അതിലേക്ക് മേലെ ക്വാളിറ്റി കിട്ടും, അതിലേക്ക് മേലെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യും. നമുക്കവിടെ ഒരുപാട് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് അത്രയും കൺഫേം ആയിട്ട് പറയുന്നത്. ബ്രാൻഡഡ് ആംപ്ലിഫയറിൻ്റെ സ്പീക്കേഴ്സാണ് ഏറ്റവും ക്ലാരിറ്റി കിട്ടുന്നത്. അത് അവരുടെ ബ്രാൻഡിൻ്റെ കൂടെ വരുന്ന സ്പീക്കേഴ്സ്. അത് ആ ക്ലാരിറ്റി വരുന്നതിന് പ്രധാന കാരണം ആ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ആ സ്പീക്കേഴ്സ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു അസംബിൾഡ് ആംപ്ലിഫയർ ആ സ്പീക്കേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അടിപൊളി ക്വാളിറ്റിയിലാണ് നമ്മൾ ആ ഔട്ട്പുട്ട് കേൾക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം ആ ഔട്ട്പുട്ട് ക്ലാരിറ്റി പോണത് ഒരു കാരണം നമ്മൾ ലോക്കൽ സ്പീക്കേഴ്സ് വില കുറച്ചെടുക്കുന്നതുകൊണ്ടാണ്. നല്ല സ്പീക്കേഴ്സ് ഉപയോഗിച്ചിട്ട് നല്ല ആംപ്ലിഫയർ നല്ല ബോർഡ് വെച്ച് സെലക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ അസംബിൾ ചെയ്താൽ നല്ല ക്വാളിറ്റി സൗണ്ട് ആംപ്ലിഫയറിൽ നിന്ന് കിട്ടും. അത് മൂവി കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ സൂപ്പറായിരിക്കും. അടുത്ത എൻ്റെ 4K ഇലക്ട്രോണിക്സ് എന്ന ചാനലിലാണ്. ബ്രോ, എൻ്റെ കയ്യിൽ ഇംബെക്സ് 5.1 ഹോം തിയേറ്റർ ഉണ്ട്. അതിൻ്റെ സബ് 45 വാട്ടാണ്. അത് ഒഴിവാക്കി അതിലേക്ക് 6 ഇഞ്ച് 60 വാട്ട് സബ് കൊടുക്കാമോ? 6 ഇഞ്ച് 60 വാട്ട് സബ് കൊടുക്കാം. അതിനകത്ത് ഉള്ളിൽ ബോർഡ് 45 വാട്ട്സ് സപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾ 60 വാട്ടിലേക്കാണ് കൊടുക്കുന്നത്. പക്ഷേ 45 വാട്ട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വലിയൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ബോക്സ് ചെറിയൊരു വ്യത്യാസം. ഹോം തിയേറ്ററിൻ്റെ ബോക്സ് അല്ല, മറ്റൊരു ബോക്സ്, കസ്റ്റം ബോക്സ് നമ്മൾ ആ 6 ഇഞ്ച് വൂഫറിന് കൊടുത്തതാണെങ്കിൽ ആ ബോക്സിൻ്റെ ഒരു ട്യൂൺഡ് ഫ്രീക്വൻസി ആ 6 ഇഞ്ച് സബ് കൂടി കേൾക്കാം. അതേസമയം 45 വാട്ട്സ് ആ ഹോം തിയേറ്ററിൻ്റെ അകത്ത് വരുന്ന ആ ബോക്സിൻ്റെ ട്യൂൺഡ് ഫ്രീക്വൻസിയാണ് അതുവരെ അതിൽ കേട്ടോണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഈ ബോക്സ് കുറച്ചുകൂടെ ലോയിൽ ട്യൂൺ ചെയ്താൽ ആ ഒരു എഫക്റ്റ് കൂടി നമ്മളെ ഹോം തിയേറ്ററിൻ്റെ സബിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും വ്യത്യാസമേ കിട്ടുള്ളൂ. അല്ലാതെ പവർ കൂടി നല്ല വ്യത്യാസമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ബോക്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഒരു വ്യത്യസ്തത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ആക്റ്റീവ് സബ് ഓഫർ കൊടുക്കണം. അടുത്ത കമൻറ്റ് മുനീർ KT എന്ന ആളുടെയാണ്. ഈ PCM കിറ്റിൽ HDMI കാർഡ് കൊടുത്തിട്ട് ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്താൽ 5.1 കിട്ടില്ലല്ലോ, പിന്നെന്താ ഇത്രയും പൈസ മുടക്കിയ ഈ ആമ്പ് കൊണ്ട് കാര്യം? എന്നാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. അപ്പോൾ അത് നമ്മൾ മുമ്പ് ചെയ്ത G-Techൻ്റെ HDMI ARC ഔട്ട്പുട്ട് ഉള്ള ടൈപ്പ് ഒരു 4 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടും ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടും എല്ലാം കൂടെയുള്ള G-Techൻ്റെ ബോർഡ് റിവ്യൂ ചെയ്ത് അതിൻ്റെ റാമ്പും ചെയ്തിരുന്നു. ആ ആംപ്ലിഫയറിൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ അതായത് അത് വെച്ചിട്ട് പ്രോലോജിക് ഔട്ടേ കിട്ടുന്നുള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു ഫയൽ, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ഫയൽ നമ്മൾ HDMI ഔട്ട് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ 5.1 പക്കായിട്ട് കിട്ടുന്നുണ്ട്. ഒരു DVD പണ്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് 5.1 എങ്ങനെയാണോ കിട്ടിയിരുന്നത് ആ ഒരു 5.1 എഫക്റ്റ് HDMI കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ ഫയലും ഒന്നും 5.1 ആവില്ലല്ലോ. എല്ലാ ഫയലും പ്രോലോജിക് അല്ല ആവുക. അതായത് 2 ചാനലും അത് സപ്പോർട്ടിങ് അല്ലാത്ത ഫയലുകളൊക്കെ പ്രോലോജിക്കായിട്ട് 2 ചാനൽ വന്ന് പ്രോലോജിക്കായിട്ടാണ് കൺവേർട്ട് ആയിട്ടാണ് പ്ലേ ആവുന്നത്. അതല്ലാതെ ഒറിജിനൽ ഫയൽ ഡീകോഡ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ആ ബോർഡിലില്ല. അപ്പോൾ അതിന് 6 സംതിങ്ങോ മറ്റോ വിലയുള്ള ആ G-Techൻ്റെ ബോർഡ് പോരാ. നമുക്ക് വില കൂടിയ നല്ല ആ കറക്റ്റ് ഡീകോഡിംഗ് ഉള്ള ബോർഡ് വേണം. എന്നാൽ നമുക്ക് കറക്റ്റ് ഡിജിറ്റൽ ഫയൽ കൊടുത്താൽ 5.1 ആയിട്ട് കിട്ടും. പക്ഷേ അതിനകത്തുള്ള ആ ഒരു ഫെസിലിറ്റി എന്താ? അതിനകത്ത് 4 HDMI ഇൻപുട്ട് കൊടുക്കാം, നമുക്ക് ARC ഔട്ട് കൊടുക്കാം. അതായത് നമുക്ക് 4 HDMI ഇൻപുട്ട് ഈ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ട് ARC ഔട്ട് എടുത്തിട്ട് നമുക്ക് ഒരൊറ്റ മോണിറ്ററിലേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ TV, ഒരൊറ്റ ഡിസ്പ്ലേ. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതാണോ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നത്, ഏത് HDMI ഇൻപുട്ടാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നമുക്ക് ആ മോണിറ്ററിൽ പ്ലേ ആവും. അതിൻ്റെ സൗണ്ട് നമുക്ക് നമ്മൾ ആമ്പിലൂടെ പ്ലേ ആവും. ആ ഒരു സൗകര്യമാണ് അതിനകത്ത് ആദ്യമായിട്ട് HDMI 4 ഇൻപുട്ട് വരുന്നതുകൊണ്ടുള്ള ഗുണം. അതും 4K സപ്പോർട്ടാണ്. ആ ഒരു ഗുണം മാത്രമേ അതിൽ തരുന്നുള്ളൂ. 2 ലക്ഷം ഒന്നും വില വരുന്നില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു ക്ലിയർ ആക്കിയിട്ട് മാത്രമാണ് എല്ലാവരോടും ഈ ബോർഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഫയലും ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് അത്ര കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ HD സ്ട്രീമിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ഫിലിമുകളിൽ പ്ലേ ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ 1-2 ലക്ഷം കൊടുത്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആമ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാങ്ങിയാൽ മതി. അടുത്ത നമ്മുടെ മധു എന്ന ആളുടെയാണ്. റിപ്പയർ ആൻഡ് അസംബ്ലിങ്ങിന് എന്തൊക്കെ ടൂൾസ് വേണമെന്ന് വീഡിയോ ചെയ്യുമോ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ചെയ്യാണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. പക്ഷേ അത് കോഴ്സ് വീഡിയോയിലുള്ളത്, നമ്മളെ കോഴ്സിനകത്താണ് ആ വീഡിയോ ഉള്ളത്. ഫസ്റ്റ് വീഡിയോ തന്നെ ഇൻട്രൊഡക്ഷനിൽ ഏതൊക്കെ ടൂൾസ് വേണം, ഏതൊക്കെ ഉപയോഗിക്കണം, നമുക്ക് റിപ്പയറിങ്ങിന് ബേസിക്കായിട്ട് ഒരു സാധാരണ മനുഷ്യന് ഏതൊക്കെ ടൂൾസ് വേണം
അവൻ ഏതൊക്കെ വാങ്ങാൻ പറ്റുമെന്നുള്ള എനിക്കറിയുന്നുണ്ട്. ആ ടൂൾസാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ടൂൾസ്, വളരെ ഹൈടെക് ലക്ഷങ്ങൾ വിലയുള്ള ടൂൾസൊന്നുമല്ല, സാധാരണ ഒരാൾക്ക് വാങ്ങാവുന്ന ടൂൾസുകളാണ് അതിൽ കാണിച്ചത്. അപ്പോൾ ആ ടൂൾസ് വെച്ചാണ് ഞാൻ സർവീസ് ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും. അതിൻ്റെ ലിമിറ്റേഷൻ എനിക്കുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ എല്ലാവർക്കും ചെയ്യാം. കുറച്ചുകൂടെ പൈസ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ടൂൾസ് വാങ്ങിയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ടൂൾസ് വീഡിയോ നമുക്കൊന്ന് പബ്ലിക് വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. അടുത്ത കമൻറ്റ് അക്ഷയ് അച്ചു എന്നാളുടെയാണ്. ചേട്ടാ, എൻ്റെ സബ് എംബ് കേസിൽ നിന്നും ഷോക്ക് അടിക്കുന്നുണ്ട്, അതെന്താ കാരണം പറയാമോ? വർക്കിങ്ങിനൊന്നും ഒരു കുഴപ്പവുമില്ല, നോർമലാണ്, പക്ഷേ കേസിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്നു, പ്ലീസ് റിപ്ലൈ. ഇപ്പോൾ സബ് ആംബ് കേസ് അല്ല, ഏത് ആംബ് കേസ് ആയാലും ട്രാൻസ്ഫോമറുള്ള ടൈപ്പ് ആണെങ്കിലും SMBS ഉള്ളതാണെങ്കിലും അതതിൻ്റെ പവർ സപ്ലൈയിൽ ഷോർട്ട് ലീക്കേജ് ഉള്ളതുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈമറി കോയിൽ കോറായിട്ട് ലീക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ പ്രൈമറി അത് ചിലത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതുപോലെ 2 പിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ അത് ചെക്ക് ചെയ്യാൻ എന്താ വഴിയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ട്രാൻസ്ഫോമറുള്ള ടൈപ്പ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മളിപ്പോൾ പ്ലഗിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ഊരിയിട്ട് നേരെ തിരിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ആ ഷോക്ക് അടിക്കുന്ന നോക്കുക. ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൈമറി കോയിൽ മൊത്തത്തിൽ ഷോർട്ടാണ്, അതായത് ലീക്കേജാണ്. അതല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് ഇല്ല, ആ കയറുന്ന പ്രൈമറി കോയിലിൽ കയറുന്ന ഭാഗത്തുള്ള ഏതോ ഒരു സ്ഥലത്തായിരിക്കാം ലീക്ക്. അപ്പോൾ തിരിച്ചു കൊടുത്തപ്പോൾ അത് മാറി, പക്ഷേ അത് സേഫ് അല്ല. നിങ്ങൾ ശരിക്കും ആ ട്രാൻസ്ഫോമർ ഒന്നുകിൽ പ്രൈമറി അയച്ച് മാറ്റി വൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ട്രാൻസ്ഫോമർ എടുക്കുക. ആ SMBS ആണെങ്കിൽ ഐസൊലേറ്റർ കപ്പാസിറ്ററോ മറ്റോ ലീക്ക് ഉണ്ടാവും, അത് അയച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത നമ്മുടെ ലിജോ റോസ എന്ന ആളുടെയാണ്. കാർ സ്റ്റീരിയോ അസംബിൾ ചെയ്യുമ്പോൾ ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കണമോ? കാർ സ്റ്റീരിയോ അസംബിൾ ചെയ്യുമ്പോൾ ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കണം. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ബാറ്ററി എന്നുള്ളതായതുകൊണ്ട് ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ തോന്നും. ശരിക്കും ഫിൽറ്റർ കപ്പാസിറ്റർ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന എന്തെങ്കിലും തരം ഒരു ഫ്ലക്ച്വേഷനോ ഒരു ചെറിയ ഫ്രീക്വൻസിയോ ഇതിൽ വരുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് സ്മൂത്ത് ചെയ്യാൻ ഇതിനകത്തുള്ള ഈ ആംപ്ലിഫയർ ബോർഡിൽ വരുന്ന കപ്പാസിറ്റർ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പാസിറ്റർ ഏതിലും ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ വെക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, ആ ആംപ്ലിഫയറിന് പവർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ ഉള്ള ഏറ്റവും ബെസ്റ്റാണ്. എത്ര കൊടുക്കണം വാല്യൂ എന്ന് ചോദിച്ചാൽ 4700 ഒരു 16 or 25 കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. അടുത്ത അവൻ്റെ അജിത്ത് എന്ന ആളുടെയാണ്. 52001943 മോണോ സബ് ആംബ് വർക്ക് ചെയ്യാൻ 24-024 5 ആംബ് കൊടുക്കാമോ? 8 ഇഞ്ച് ഡെൻറ്റി കൊടുക്കാനാണ്, പ്ലീസ് റിപ്ലൈ. 24 കൊടുക്കാം. 24 കൊടുത്താൽ കൂടുതൽ സേഫാണ്. കാരണം അത് റെക്ടിഫൈ ചെയ്ത് 24-025 5 ആംബിയർ എന്ന് പറഞ്ഞത് ഞാൻ ട്രാൻസ്ഫോമറാണ് ഉദ്ദേശിച്ചത്. 24-024 ട്രാൻസ്ഫോമർ DC ആകുമോ? 27, 28, 30 വരാം. ആ ഒരു വോൾട്ടേജാണ് അതിൻ്റെ DC വോൾട്ടേജ്. ആ DC വോൾട്ടേജാണ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് 27 ആയി. അപ്പോൾ ആ 8 ഇഞ്ച് തന്നെ അതിന് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും ആ ഒരു തരത്തിൽ കൊടുത്താൽ. കാരണം അത് 10 ഇഞ്ച് 12 ഇഞ്ചിനും നമ്മൾ കൊടുക്കലുണ്ട് ആ 24 വെച്ചിട്ട്. അപ്പോൾ അത് സേഫ്റ്റിയാണ്. ആ 5200ക്ക് വളരെ സേഫ്റ്റിയാണ് ആ ഒരു ലെവൽ വോൾട്ടേജ് കൊടുക്കുന്നത്. ഓവർ ഹീറ്റ് ആവില്ല, പിന്നെ ഓവർ ലോഡില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും അതിന് വരാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ ഇപ്പോൾ 55 വോൾട്ട് എന്ന് കണ്ടാൽ നമ്മളതിന് 55 വോൾട്ട് ട്രാൻസ്ഫോമർ അല്ല എടുക്കുന്നത്. നമ്മളതിനെ DC 55 കിട്ടുന്ന രൂപത്തിലുള്ള ട്രാൻസ്ഫോമർ എടുത്തിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിരിക്കും. കുറച്ചൊന്നും ഡ്രോപ്പ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഓവറായി കഴിഞ്ഞാലാണ് പ്രശ്നം. അടുത്ത അവൻ്റെ സിദ്ധാർത്ഥ് KS എന്നാളുടെയാണ്. 4 ohms 3-way പാസീവ് ക്രോസ് ഓവർ 8 ohms വൂഫർ, 4 ohms മിഡ് റേഞ്ച്, 4 ohms ട്യൂട്ടർ, ഇങ്ങനെ കണക്ഷൻ ചെയ്യാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ ഇൻ മൺഡേ കമൻറ്റ് ബോക്സ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പാടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് 8 ohms വൂഫറുള്ളടത്ത് ചെറിയ സൗണ്ട് കുറവ് പ്രതീക്ഷിക്കാം. കാരണം 4 ohms ആംപ്ലിഫയറിൽ 4 ohms മിഡ് റേഞ്ച്, 4 ohms മിഡ് റേഞ്ചാണ്, അതേപോലെ തന്നെ 4 ohms ട്വിറ്ററാണ് അത്. അപ്പോൾ 8 ohms വൂഫർ അവിടെ വരുമ്പോൾ അവിടെ ഒരു ഡ്രോപ്പ്, ചെറിയൊരു സൗണ്ട് കുറവ് പ്രതീക്ഷിക്കാം. അത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം വരാൻ, അല്ലാതെ കുഴപ്പമൊന്നും അടിച്ചു പോകാനോ ഒന്നും ചാൻസ് ഒന്നുമില്ല. അടുത്ത അവൻ്റെ സജീഷ് എന്നാളുടെയാണ്. 5.1 ആംബ് സൈഡ് ചാനൽ സ്പീക്കർ, 6 ഇഞ്ച് സ്പീക്കർ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഫുൾ റേഞ്ച് ആണോ മിഡ് റേഞ്ച് ആണോ നല്ലത്? ഫുൾ റേഞ്ച് ശരിക്കും സെൻട്രൽ ചാനലിനാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് മിഡ് റേഞ്ച് അല്ല, മിഡ് ബേസ് കിട്ടുന്ന തരം സ്പീക്കറും അതിൻ്റെ ട്യൂട്ടറുമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്, സൈഡിനും ഫ്രണ്ടിനൊക്കെ. മിഡ് ബേസ് ട്യൂട്ടർ അല്ലെങ്കിൽ മിഡ് ബേസ് മിഡ് റേഞ്ച് ട്യൂട്ടർ അങ്ങനെ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. മിഡ് റേഞ്ച് ട്യൂട്ടർ കൊടുക്കരുത്, നമുക്ക് തീരെ അതിൻ്റെ കൂടെ ലോ ഫ്രീക്വൻസി കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ നമ്മളവിടെ മിഡ് ബേസ് കിട്ടുന്ന ടൈപ്പ് ഊഫറും ട്യൂട്ടറും കൊടുക്കുക. ഫുൾ റേഞ്ച് സെൻറ്ററിനാണ് ഏറ്റവും ബെസ്റ്റ്, അതെൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ 9 കമൻസ് ആണ് വായിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ വെറൈറ്റി കമൻസ് സെലക്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് അടുത്ത മൺഡേ കമൻറ്റ് ബോക്സിൽ സെലക്ട് ചെയ്തിട്ട് വായിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.